കർത്താവിൻ്റെ സന്നിധിയും കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ അധിക സമയം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല. ആമേൻ. പ്രിയ സഭയിൽ പ്ലീസ് കം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് അല്പസമയത്തെ ഞാൻ ഇന്നലെ രാത്രി വരെയും വേറൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെട്ടത്. അതായിരുന്നു ഞാൻ പൊടിമീടും പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾ രാവിലെ പതിപോലെ ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വചനം ധ്യാനിച്ചപ്പോൾ വേറൊരു ഡയറക്ഷൻ എനിക്ക് നൽകി. അപ്പോൾ ഞാൻ ഇന്ന് പകൽക്കാലം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആമേൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ്. 20-ാം അധ്യായം യൂത്തിക്കോസിൻ്റെതായ അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് അല്പസമയം നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. അവിടെ നമ്മൾ വായിക്കേണ്ട വേദഭാഗം 20-ാം അധ്യായം 7 മുതൽ അതിൻ്റെ 11 വരെയുള്ളതായ വേദഭാഗം, 12 വരെയുള്ള വേദഭാഗം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം ഉറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിരാ വരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന ആ മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിക്കലിരുന്ന ഗാഢനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കുക നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്നും താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ട് വന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്നു അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്നു അത്യന്തം ആശ്വസിച്ചു. ആമേൻ. Yeah, please. On the first day of the week, we came together to break bread. Paul spoke to people, and because he intended to leave the next day, he kept on talking until midnight. There were many lamps in the upstairs rooms where we were meeting. Seated in a window was a young man named Eutychus, who was sinking into a deep sleep as Paul talked on and on. When he was sound asleep, he fell to the ground from the 3rd story and was picked up dead. Paul went down, threw himself on the young man, put his arms around him. "Don't be alarmed," he said. "He's alive." Then he went upstairs again and broke bread and ate, and after talking until daylight, he left. The people took the young man home alive and were greatly comforted. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അല്പസമയം നിങ്ങളോട് ഞാൻ സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ കാര്യം ലെസൺസ് ഫ്രം അല്ലെങ്കിൽ യൂത്തിക്കോസിൻ്റെതായ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളതായ പാഠങ്ങൾ എന്നുള്ളതായ വിഷയത്തോട് ബന്ധത്തിലാണ് ഞാൻ സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. I wish to speak to you from this passage and take the lessons from the life of Eutychus. ആമേൻ. നമുക്കറിയാം, ഇവിടെ പ്രത്യേകിച്ച് 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഒരു പാതിരാത്രി വരെ കടന്നു പോയതായ നീണ്ടുപോയതായ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. And what we're looking through this passage is a prayer meeting that went through the night. ആമേൻ. പ്രത്യേകിച്ച് പിറ്റേന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് അവിടെ താൻ സമയം ചിലവഴിക്കുന്നതും ആ സമയത്തിൽ താൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നതുമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. And what we see is Paul ministering before he plans to travel, and he does through the night. ആമേൻ. അപ്പോൾ ഈ നമ്മൾ ഇന്ന് പറയുന്ന ഈ വേദഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയപ്പെടുന്ന ഉറക്കം അതായത് ശാരീരികമായ ഉറക്കമാണെങ്കിലും ഞാൻ പറയുന്ന ഉറക്കം എന്ന് പറയുന്നത് ആത്മീയമായ ഉറക്കം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. And what we see here is a man who, while who's having the sleep, the physiological, I want to talk to you about the spiritual sleep. ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പോലെ ഇവിടെ ഈ കഥ ആരെങ്കിലും ഉറങ്ങുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ആത്മീയമായി ഉണർന്നിരിക്കേണ്ടതിനും ജാഗ്രത പാലിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം അത് നമ്മെ കാണിക്കുന്നു. And I want to draw your attention to the importance of staying awake in your spiritual life. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് മറ്റൊരു കാര്യം, നാം വീഴുമ്പോൾ നമ്മെ പുനഃസ്ഥാപിക്കുന്ന റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ളതായ വിഷയവും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. What we'll also learn is there is a God who will restore you after your fall. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഉണർന്നിരിക്കേണ്ടതായ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്.
Therefore, it is important for us to be awake in our spiritual life. അവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ വ്യക്തിയെക്കുറിച്ച് യൂത്തിക്കോസ് എന്ന് പറയപ്പെടുന്നതായ വ്യക്തിയാണ് നമ്മൾ ഇന്ന് പൽക്കാലം അത് ഹൈലൈറ്റ് ചെയ്ത് ചിന്തിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. And the character that we are focusing on is Eutychus. ആമേൻ. ഒന്നാമത്തെ പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, the priority of gathering for worship. ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കാൻ കടന്നു വരേണ്ടതായ അതിൻ്റെ മുൻഗണന, അതിൻ്റെതായ പ്രയോറിറ്റിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും നമുക്ക് ഓർമ്മയുള്ളവരായിരിക്കണം. And the first point that I want to draw your attention to is the priority of gathering for worship. ആമേൻ. ആദിമ നൂറ്റാണ്ടിൽ നമ്മൾ വിശ്വാസികളെ കുറിച്ച് നോക്കുമ്പോൾ അവർ കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. When we look at the first century Pentecostals, they give a lot of priority and preference to worship. കർത്താവിൻ്റെതായ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെതായ സ്വർഗാരോഹണം എന്നിവയ്ക്ക് ശേഷം അന്ന് ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതായ ശിഷ്യന്മാരും അതുപോലെ തന്നെ കർത്താവിൻ്റെ ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നതായ പ്രിയപ്പെട്ടവരുമെല്ലാം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം സമയമെടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. We learn that after the death, the resurrection and ascension of Christ, the first church, the believers, they came together to worship. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരിക എന്ന് പറയപ്പെടുന്നത് ഒരു പാരമ്പര്യമായ ഒരു വിഷയം മാത്രമല്ല. പാരമ്പര്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. അതിലുപരിയായി നമ്മുടെ ദൈവവുമായിട്ടുള്ളതായ ഒരു ബന്ധം വെളിപ്പെടുത്തുന്ന കാര്യമാണ് ആരാധനയ്ക്ക് വരിക എന്നുള്ളത്. Coming together to worship, while it is a tradition, it is also about establishing the relationship with Christ. നമ്മൾ ഇന്ന് പാടിയതുപോലെ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനവും ദൈവത്തിൻ്റെ കൃപയും ദൈവമായി കർത്താവ് നമ്മളോട് കരുണ കാണിച്ചത് കൊണ്ട് മാത്രമാണ്. As we sang this morning, everything that we have is a grace from God. അപ്പോൾ ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചതായി കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതായ വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ദൈവത്തിൽ നിന്ന് നാം അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, അതായത് അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തി എന്നുള്ളതായ നിലയിൽ നാം ദൈവത്തിന് നന്ദി കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. As I reminded you last week, as we receive those gifts from God, it is important for us to have that gratitude. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദിയുള്ള ഹൃദയം എന്ന് പറയപ്പെടുന്നത് പെട്ടെന്ന് ഉളവാകുന്ന ഒരു കാര്യമല്ല. Now gratitude is not something that blossoms കഴിഞ്ഞ overnight. ആഴ്ചയിൽ ഞാൻ പറയുണ്ടായി, 10 രോഗികൾ ഒരുപോലെ കടന്നു വന്നു, ഒരുപോലെ എല്ലാവരും സൗഖ്യമായി. പറ്റെങ്കിൽ പോകുന്ന കൂട്ടത്തിൽ സൗഖ്യമായ ഒരു വ്യക്തി മാത്രമേ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് നന്ദി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. We saw last week there were 10 who came to Christ who were sick. They were all restored, but only one came back with gratitude. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കട്ടെ. Those not our topic, and I want to come back to our topic this morning. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതായ കാര്യം, ഹല്ലേലൂയ, അവര് അപ്പോസ്തലന്മാരുടേതായ പഠിപ്പിക്കൽക്ക് വളരെ പ്രാധാന്യം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We see they're giving a lot of importance to the apostolic teachings. എന്താണ് പഠിപ്പിക്കൽ കൊണ്ടുള്ളതായ പ്രയോജനം? What is the benefit of this teaching? ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴും നമ്മൾ പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ ഓർത്തതായ ഒരു കാര്യമുണ്ട്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ളതായ സാമീപ്യം, ദൈവവുമായിട്ടുള്ളതായ അടുപ്പം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. As we learn and meditate from word, we come close to God. അപ്പോൾ ദൈവമായി കർത്താവിനോടുള്ളതായ ബന്ധം അല്ലെങ്കിൽ അടുപ്പം നമ്മൾ അടുക്കും തോറും ഹല്ലേലൂയ ദൈവത്തെ കൂടുതൽ ആരാധിക്കുവാൻ തക്കവണ്ണം നമുക്ക് തോന്നും. As we draw nearer and nearer to God, we will have the desire to worship Him. അവൻ നമ്മൾക്ക് ലഭിക്കപ്പെടുന്നതായ നന്മകളെല്ലാം എനിക്ക് അർഹിക്കപ്പെട്ടതാണ്, ഞാൻ അതിന് യോഗ്യനാണ്, എൻ്റെ യോഗ്യതകളാണ് ഇതിന് കാരണമെന്ന് ഉള്ള ഒരു ചിന്ത എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുകയില്ല, ആരാധിക്കാനും പറ്റുകയില്ല. If we believe that we are entitled to these things, we will not be able to worship God. എന്നാൽ ഇവിടെ അതായത് അപ്പോസ്തലനായ പൗലോസ് യാത്ര പുറപ്പെടുന്നതിൻ്റെതായ ആ സമയത്ത് ദൈവമക്കൾ കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹത്തോടെ, വ്യഗ്രതയോടെ, താല്പര്യത്തോടു കൂടെ കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. As Paul prepares to depart from them, we see the church coming with a lot of desire to come together to listen. ആമേൻ, ആമേൻ. അവിടെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ വേളയിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി.
And we see before, because he's planning to travel, he is speaking past midnight. ആമേൻ. ഹല്ലേലൂയ. ആ ഭാഗത്ത് സമയപരിധി വെച്ച് ഞാൻ ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് പ്രസംഗം കേൾക്കുവാൻ പാതിരാവരെയും അവർ ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. What we see here is that the willingness for the church to sit past midnight. ആമേൻ. എന്നാൽ അടുത്ത വാക്യം പറയുന്നത് ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്ക് ഉണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്ന് ഗാഢനിദ്ര പ്രാപിച്ചു. But what we hear is in the upper stairs there were a lot of lamps, but there was this young man sitting on the windowsill and sleeping. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് എനിക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം. This is one important thing that I want to draw your attention to. Amen. The danger of a spiritual drowsiness. Hallelujah. Amen. ആത്മീയമായ മന്ദത എന്നുള്ളത് ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ്. In the morning I want to talk to you about the danger of spiritual drowsiness. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ drowsiness അല്ലെങ്കിൽ ഹല്ലേലൂയ തളർന്ന അല്ലെങ്കിൽ മന്ദത എന്ന് പറയപ്പെടുന്നത് ആത്മീയമായ കാര്യത്തിലാണ് ഞാൻ ഇവിടെ പറയുന്നത്. I draw your attention to the spiritual slumber. നമ്മുടെ ആരാധനയിൽ ഇരുന്നുകൊണ്ട് ഉറങ്ങുന്നവരുണ്ട്, അവരെ ഞാൻ കുറ്റം പറയില്ല. I'm not criticizing those who sleep well at church. ആമേൻ. ഹല്ലേലൂയ. അവർ ചിലപ്പോൾ അവര് ഡയബറ്റീസ് കൊണ്ടായിരിക്കും അവർ ഉറങ്ങുന്നത്. It could be sometimes of their illness. അവരുടെ ശരീരത്തിൻ്റെതായ വീക്ക്നെസ് കൊണ്ടായിരിക്കും അവർ ഉറങ്ങുന്നത്. It could be their exhaustion. അവർ എടുക്കുന്നതായ മരുന്ന് മുഖാന്തരമായിരിക്കും ചിലപ്പോൾ അവർ ഉറങ്ങുന്നത്. Sometimes it could be the medication. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള സംഗതി വരുമ്പോൾ ഇവരാരും ഉറങ്ങത്തുമില്ല. Although when something is very interesting, none of them are all sleeping. ആമേൻ. എന്നാൽ ആ ഭാഗം മാറി നിൽക്കട്ടെ. Let's keep that aside. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ആത്മീയമായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we turn attention to the spiritual ആമേൻ, side, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആത്മീയമായി മന്ദതയിലേക്ക് നയിക്കുന്ന വിഷയത്തിലേക്ക് അത് നാം വഴുതി വീഴാതിരിപ്പാൻ തക്കവണ്ണം ഉറങ്ങിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. may we be very careful so that we don't get to the spiritual slumber. ആമേൻ. ഹല്ലേലൂയ. ഇദ്ദേഹത്തിൻ്റെതായ പ്രെഡിക്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ തക്കവണ്ണം കഴിയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം എവിടെയാ ചെന്നിരുന്നത്? കിളിവാതിലുകൾ ചെന്ന് പ്രസംഗം കേൾക്കാനിരുന്നു. But here is this man who sat on a window to listen to the word of God. ആമേൻ. ഞാൻ നേരത്തെ ആ സ്ലൈഡിൽ കാണിച്ചതുപോലെ ഹല്ലേലൂയ അവിടെ ധാരാളം പ്യൂസ് ഉണ്ട്, ധാരാളം ചെയർസ് ഉണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ ഭാഷയിൽ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. ധാരാളം സംഗതികളുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് വേറൊന്നും സ്ഥലം കിട്ടിയില്ല, കിളിവാതിലുകൾ ചെന്നിരുന്നു. Now I'm imagining there must have been a lot of chairs and seats, but this man chose to be on a window. ആമേൻ. ഇത് ഞാൻ ആത്മീയമായിട്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പേ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇദ്ദേഹത്തിന് അകത്തും കാണണം, വെളിയിലും കാണണം. അകത്ത് നടക്കുന്നത് എന്തെന്നറിയണം, വെളിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം. അതുപോലെ ഹല്ലേലൂയ നല്ല കാറ്റ്, ചിലപ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലോ, കാറ്റും കൂടെ അനുഭവിക്കണമെന്നുള്ള നിലയിലായിരിക്കും താൻ അവിടെ ചെന്നിരുന്നത്. I imagine maybe this man chose a window because he wanted to get a view of the outside and the inside, and perhaps even enjoy the breeze that was coming from out. ആമേൻ. ഇങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സഭകൾ, നമ്മുടെ കൂട്ടായ്മയിൽ എന്ന കാര്യമല്ല പറയുന്നത്, ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയും ഇവിടെയും നിൽക്കുന്ന ഹല്ലേലൂയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനുഷ്യരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. I speak not of this church but of the larger Christian community, who many are in this kind of a situation. ആമേൻ. അത്ര ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ അതെ ക്രിസ്ത്യാനിയാണ്. അല്ല അത്ര ലോകക്കാരനാണോ എന്ന് ചോദിച്ചാൽ അത് അത്ര ലോകക്കാരനുമല്ല. If you ask them, are you spiritual? Maybe. If you ask them, they're carnal. Maybe. അപ്പൊ അധികം വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശീതോഷ്ണവാനായിരിക്കുന്ന അവന് തണുപ്പുമല്ല ചൂടുമല്ലാത്തൊരവസ്ഥ. And as you read in Revelations, neither blowing hot nor cold. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആ സംഗതി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ അപകടത്തിലാക്കുമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. But what we learn here is such a situation will lead us to a disaster. ആമേൻ. ഹല്ലേലൂയ. അപകട നിലയിൽ ഇരുന്നതായ യൂത്തിക്കോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ അദ്ദേഹം പ്രസംഗം കേൾക്കുവാൻ തക്കവണ്ണം താല്പര്യമുണ്ടായിട്ടാണ് കടന്നു വന്നത്.
പറയുന്നത്. പക്ഷെങ്കിൽ കേൾക്കുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം അദ്ദേഹത്തിന്റെ ഇരിപ്പ് ഹല്ലേലൂയ അത് തന്റെ ആ പ്രസംഗത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് അദ്ദേഹത്തെ വ്യതിചലിപ്പിച്ച് താൻ ഉറങ്ങി താഴെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. But what we learn from Eutychus' life is though he had a desire to listen to the word of God, the place where he sat led him to a disaster. ദൈവമേ, നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ നാം ആത്മാർത്ഥമായി ആത്മാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. If we desire to love God, love him honestly. ഇന്നേരെ പൽക്കാലം നാം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ, ഇത് നമ്മുടെ ആഴ്ചയിൽ നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. May we have this prayer, Lord, that the hearing this week will lead me to an awakening. ഇസ്രായേൽ ജനത്തെ കുറിച്ച് പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, അവിടെ ഹൃദയമോ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. We read in the prophetic chapters, these people honor me with their lips, but their heart is away from me. ദൈവജനമേ, നമുക്ക് അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാം. We can honor God with our lips. നമ്മുടേതായ ഹല്ലേലൂയ ആക്ഷൻ കൊണ്ട്, നമ്മുടെ മൂവ്മെന്റ്സ് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയും. We can do so with the action too. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചിന്തിക്കും നാം ദൈവത്തെ പ്രസാദിപ്പിക്കുക. And when I say pleasing God, it is what you think others are thinking of you. എന്നാൽ ഇതൊക്കെയും ചെയ്യുമ്പോൾ അന്തരംഗത്തിൽ ദൈവവുമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ലെങ്കിൽ നമ്മുടെ ആരാധന കൊണ്ട്, നമ്മുടെ കടന്നുവരവിൽ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ സ്തോത്രയാഗങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. But if you don't have the deeper inner connection with God, everything is meaningless. ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം എന്തു ചെയ്താലും ഹല്ലേലൂയ ദൈവനാമം മഹത്വമാകുമാറ് സിൻസിയറായി ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുവാൻ എൻ്റെ ദൈവമേ എനിക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മയ്ക്കായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു ഹല്ലേലൂയ ദൈവത്തെ ആത്മാർത്ഥതയോടുകൂടെ ആരാധിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ ആരാധനയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. If we say, God, I want to do everything for your glory and honor, and even through the worship, that is what God is looking for. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ, മയക്കം വന്ന് നമ്മുടെ മനസ്സ് പലതിലേക്കും കടന്നു പോയിട്ട് പല ചിന്തകളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഹല്ലേലൂയ മയങ്ങി വീഴുവാൻ, താഴെ പോകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. If not, we will get carried away, get distracted, and we will fall. ആമേൻ. ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ ഹല്ലേലൂയ ഗത്സമനെ തോട്ടത്തിലേക്ക് കടന്നുപോയി താൻ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സമയം ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Before Christ's crucifixion, we know that he went to the Garden of Gethsemane and prayed. ഹല്ലേലൂയ, എന്നാൽ ശിഷ്യന്മാർക്ക് കർത്താവ് പറഞ്ഞതനുസരിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. But we see the disciples there cannot pray the way Jesus asked them to. അവർ യേശുവിന്റെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ ഹൃദയം താൻ ഇനി അനുഭവിക്കുവാൻ പോകുന്നതായ കട്ട അനുഭവങ്ങളെ കുറിച്ച് ഓർത്ത് ഹല്ലേലൂയ വല്ലാതെ ഹല്ലേലൂയ വ്യഥയിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെതായ ശിഷ്യന്മാർക്കോ അവനോടൊപ്പം ഉണർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയാത്തൊരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We see while Christ is agonized and crying, the disciples cannot even pray. ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം ഞാൻ പറഞ്ഞു വരുന്നത് ദൈവജനമേ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഹല്ലേലൂയ മയങ്ങുവാൻ പാടില്ല, ഉറങ്ങുവാൻ പാടില്ല. ഹല്ലേലൂയ, നമ്മൾ ഒരിക്കലും ഒരു വിധത്തിലും പിൻപോട്ട് മറിയുവാൻ ഇടയാകരുത്. Church, I exalt you, do not fall back. Do not regress on your path to spiritual life. ആമേൻ. നിങ്ങളൊന്ന് ഓർത്തേ, ഹല്ലേലൂയ, നമ്മൾ ഒരു വലിയ ലോങ് ട്രിപ്പിന് പോകുന്നു വിചാരിക്കുക. Imagine this, we are going on a really long trip. ഈ ലോങ് ട്രിപ്പിന് ഡ്രൈവ് ചെയ്യുന്നതായ ആ ഡ്രൈവർ ഉറക്കം തൂങ്ങിയാണ് വണ്ടി ഓടിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചേ. Now imagine the driver of this vehicle is sleepy. നിങ്ങൾ പെട്ടെന്ന് ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഡ്രൈവർ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ മറിയുന്ന പോലെ നിങ്ങൾ കണ്ടെന്നിരിക്കട്ടെ. And for a moment when you just look at the driver, you see the driver is drowsy. നിങ്ങൾ സ്വസ്ഥതയോടെ ആ വാനിലിരിക്കുമോ അല്ലെങ്കിൽ കാറിലിരിക്കുമോ?
Now, will you be able to sit in peace and quiet in the car? ആമേൻ. ഒരു തരത്തിലും നമുക്ക് അതിനകത്തിരിക്കാൻ സ്വസ്ഥത കാണുകയില്ല. No way you will feel peace. കാരണം എന്താ, ഡ്രൈവ് ചെയ്യുന്ന മനുഷ്യൻ ആ വ്യക്തി വളരെ അലർട്ടായിരിക്കണം. Because you expect the driver to be alert. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും പൊടിമയും കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് പൊടിമ ചിലപ്പോൾ ആകാശത്തിലെ കാര്യങ്ങൾ, ചിലപ്പോൾ ആ കെട്ടിടം കണ്ടില്ലേ, ഇതേ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് അത് നോക്കിക്കേ എന്ന് പറയും. പക്ഷെ എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റുമോ? Now, sometimes pastor and auntie drives and auntie is drawing all the attention to the buildings and stars, but can pastor turn the attention? ആമേൻ. ഞാനൊരു മിഷനിലായിരിക്കുക, ഞാനൊരു ഡ്രൈവിംഗ്, അതായത് ഒരു ടാസ്കിലായിരിക്കുന്ന, എനിക്കത് നോക്കാൻ പറ്റുകയില്ല. But pastor cannot turn his attention from the task. ദൈവമേ, ഞാൻ പറഞ്ഞു വരുന്നു, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. I am drawing your attention to a very important thing. ഹല്ലേലൂയ. നമ്മെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, നമ്മുടേതായ ശ്രദ്ധ അപകരിച്ചു കൊണ്ടുപോകുന്ന സകല സംഗതികളും നമ്മൾ കേൾക്കും, കാണും, അറിയും. ചിലപ്പോൾ നമ്മൾ ആ ഭാഗത്തിലൂടെ കടന്നു പോകും. എന്നാൽ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഞാനൊരു ടാസ്കിലാണ്, ഞാനൊരു ആത്മീയ ജീവിതത്തിന്റെ യാത്രയിലാണ്. എനിക്ക് അങ്ങുമിങ്ങും നോക്കി ഹല്ലേലൂയ എൻ്റെ യാത്രയെ അപകടത്തിലാക്കുവാൻ കഴിയുകയില്ല. There will be many things that will distract you, but you have to tell yourself, I cannot be distracted. I have a goal and I'm oriented towards that. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമേ, നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ കർത്താവേ ഹല്ലേലൂയ, ആത്മീയമായി ഒരു ഉണർവ് എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. May we have this prayer, Lord, I need a spiritual awakening. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് ലഭിക്കുന്നതായ കാറ്റും അതും ഇതുമൊക്കെ കണ്ട് നമ്മൾ പലപ്പോഴും മതി മറന്നിട്ട് ദൈവത്തെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വഴുതി വീഴുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. May we caution and examine ourselves that we are not distracted by what the world has to offer. ആമേൻ. നാം ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ ഈ ദൈവമക്കൾ കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവസരം കിട്ടുന്നതായ വേളയിലെല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ അലർട്ടായിരുന്നു കൊണ്ട് ഹല്ലേലൂയ ആത്മാർത്ഥ ഹൃദയത്തോടുകൂടെ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. May we take attention that we can use every opportunity to worship God and not get distracted. ആമേൻ. അടുത്തതായ പവറിന് അത് പറയുവാൻ തക്കവണ്ണമുള്ളത് ദ പവർ ഓഫ് ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയുടേതായ ശക്തി എന്നുള്ള വിഷയത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. Let's move on and now focus on the power of God's grace. ആമേൻ. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണു, തഴുകി ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിൽ ഉണ്ട് എന്ന് പറഞ്ഞു. Now Paul went down and threw himself on the young man and put his arms around him. Don't be alarmed, he said, he is alive. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ വായിച്ചത് ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് അവിടെ വായിച്ചത് ഹല്ലേലൂയ അവനെ മരിച്ചവനായി എടുത്തുകൊണ്ട് വന്നെന്നാണ്. Now what we read here in English is they found him as a dead man. അവൻ മരിച്ചു, അവൻ താഴെ വീണു, തൽക്ഷണത്തിൽ തന്നെ മരിച്ചുപോയി. He fell down and he was instantly dead. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഈ വേദഭാഗം ഓർക്കുമ്പോൾ അവൻ ആശ്വസിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, മരിച്ചുപോയാലും ജീവിപ്പിക്കുന്ന ഒരു ശക്തിയെ ഹല്ലേലൂയ, ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. But you and I take comfort in this, that even though we fall dead, there is a God who is able to lift us up. ആമേൻ. ഹല്ലേലൂയ. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇദ്ദേഹം മറിഞ്ഞു വീണു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർ വളരെ വ്യാകുലപ്പെട്ടു കാണും. When they found that this man was dead, they must have been very worried. എന്നാൽ ഹല്ലേലൂയ അവര് ഹല്ലേലൂയ ഓടിച്ചെന്ന് ഹല്ലേലൂയ ആ മനുഷ്യന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി ഹല്ലേലൂയ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ യാചിക്കുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. They would have immediately gone and fallen on their knees and prayed to God. ആമേൻ. ഞാൻ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ വീഴ്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. What I'm trying to say is this: we can fall. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ, കുറവുകൾ, തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കാം. We can slip, we can make mistakes,
and we can fall apart. എന്നാൽ നമ്മൾ ഇവിടെ ഓർക്കേണ്ടതായ ഒരു സംഗതി എന്ന് ചോദിച്ചാൽ അതിന്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ദൈവമുഖം അന്വേഷിക്കുന്നുവെങ്കിൽ, അവൻ പ്രാർത്ഥന കേൾക്കുന്ന, ശക്തി പകർന്നു നൽകുന്ന, വിടുതൽ കൽപ്പിക്കുന്ന, നമ്മെ ഉദ്ധരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. But let us remind ourselves that in the midst of it, if we can pray, there is a God who will lift you up. നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന് ധാരാളം മനസ്സുണ്ട്. If we have the willingness, God is more than willing. നമ്മുടെ മനസ്സിന് എവിടെയായിരിക്കുന്നു കർത്താവ് കൃപയാൽ നിറയ്ക്കണമേ എന്നുള്ളതായ ഒരു മനസ്സ്, എന്നെ ഒന്ന് ഉദ്ധരിക്കണമേ എന്നുള്ളതായ ഒരു വലിയ ഉന്മേഷം എനിക്കുണ്ടെങ്കിൽ, നിങ്ങൾക്കുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ നാം വിചാരിച്ചതിനേക്കാൾ അപ്പുറമായി, നാം നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായി എന്നെ പുനർജീവിപ്പിക്കുവാൻ, എന്നെ ഉദ്ധരിപ്പിക്കുവാൻ, നിങ്ങളെ ഉദ്ധരിപ്പിക്കുവാൻ ഹല്ലേലൂയ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. If you have that willingness, there is a God who's able to resurrect you and revive you. ആമേൻ ഹല്ലേലൂയ. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ വീഴ്ച എത്ര ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാണെങ്കിലും ദൈവകൃപ അവിടെ നിന്നെല്ലാം നമ്മെ പൊക്കിയെടുത്ത് റിസ്റ്റോർ ചെയ്യുന്ന, ഉദ്ധാരണത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ കൃപ. No matter how great your fall is, there is the grace of God that can restore you. ആമേൻ ഹല്ലേലൂയ. ഒരു തകർന്ന പാത്രത്തെ ഒരു കുശവന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, If a broken clay jar is given to a potter, ഹല്ലേലൂയ, ഒരു കുശവന്റെ കയ്യിൽ തകർന്ന പാത്രമാണ്, അതിന്റെ കളിമണ്ണാണ് ഉള്ളതാണെങ്കിലും അതിനെ മനോഹരമായ, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ മനോഹരമായ പാത്രമാക്കി മാറ്റുവാൻ കുശവന് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്ലാനില്ല. വീണിടത്ത് ഹല്ലേലൂയ മറിഞ്ഞു പോയിടത്തു നിന്ന് ഉദ്ധരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. If a potter can take a broken clay jar and make it better than even before, our God is able to restore you and make you better than before. ആമേൻ. അടുത്തതായ വാക്യം എനിക്ക് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് 12ാമത്തെ വാക്യമാണ്. In the 12th verse we read so. അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു. They took the young man home alive and they were greatly comforted. Amen. Hallelujah. The power of faith in community. Hallelujah. നമ്മുടെ സഭയുടേതായ വിശ്വാസത്തിൻ്റെതായ ശക്തി ഒത്തൊരുമിച്ച് ആ വിശ്വാസത്തിൻ്റെതായ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ ശക്തിയാണ് ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. Next point is there is a power in the faith of community. ദൈവജനമേ, നമ്മുടെ കൂട്ടായ്മ എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ പലപ്പോഴും പലർക്കും കൂട്ടായ്മയ്ക്ക് വരുവാൻ താല്പര്യമില്ല. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കൂടുവാൻ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടർ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ കരുത്തേകുന്ന ഒരു കാര്യമാണ്. There is great comfort knowing that there is a community that can come together and pray for you. Amen. യൂത്തിക്കോസ് ഉറങ്ങി, അതായത് താഴെ വീണു മരിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അദ്ദേഹത്തെ ഹല്ലേലൂയ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഈ സഭയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുവാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ പ്രധാനമായിട്ടും പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. I want to bring to your attention that when Eutychus fell, it was the community, the church that played a big part in his restoration. നമുക്കതിന്റെ പ്രാധാന്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നവരാണ്. We know the importance of the community. നമ്മൾ സഭയായിട്ട് കടന്നു വന്നിട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, when we come together as a church and pray, ഒരു വ്യക്തി രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, if one person is sick, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, if the family is going through tribulation, ഏതെങ്കിലും ആവശ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, in the midst of their needs, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച എത്രയോ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തന്ന് ഹല്ലേലൂയ തന്റെ ദൈവത്തിൻ്റെതായ മഹത്വം വെളിപ്പെടുത്തിയത് എന്റെയും നിങ്ങളുടെയും അനുഭവ സാക്ഷ്യമാണ്. we all have the testimony of God's greatness when he answered your prayer. ആമേൻ, ആമേൻ. നാം തനിച്ചു പോകുന്നതിന്
പോകുന്നതിനേക്കാൾ ഒന്നിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. It is better to travel together than travel alone. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, നമ്മൾ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി പിന്നെയും വായിക്കുന്നത് പോലെ അപ്പോസ്തലനായ പത്രോസ് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ നമ്മൾ പിന്നെ വായിക്കുന്നത് സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. We read in this book when Peter was imprisoned, the church came and prayed together. ആമേൻ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്ന് ദൂതന് പത്രോസ് എവിടെയായിരുന്നുവോ ആ കാരാഗൃഹത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് തിരുമനസ്സായി. God was willing because the church prayed to send the angel to Peter. ദൈവജനമേ, ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു സഭ പുറകിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി, ഹല്ലേലൂയ, വലിയ സപ്പോർട്ടായി അത് തീരുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. May we not forget this truth that more than your individual prayer, the church, the praying church matters more. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായി ദൈവജനത്തിന് ഈ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും ആ ദൈവ സാന്നിധ്യത്തിൻ്റെതായ ശ്രേഷ്ഠത അതത് സമയത്ത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ തരും. And you will be able to experience the grace of God when He moves mightily when the church is praying. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, മുപ്പരി ചരട് ഒരിക്കലും അവൻ അറ്റുപോകുകയില്ല എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. A three-corded thread cannot be broken. ആമേൻ. ഹല്ലേലൂയ. ഒന്നിലധികം ഇഴകളാൽ, ഹല്ലേലൂയ, നിർമ്മിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ടതായ കയറിനെ, ഹല്ലേലൂയ, പെട്ടെന്ന് പൊട്ടിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. അങ്ങനെയാണെങ്കിൽ, ഹല്ലേലൂയ, നാം ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ട് ഭയന്ന് വിറയ്ക്കുന്ന ഒരു സംഗതിയുണ്ട്, ആ ഒരു കാര്യമുണ്ട്. സാത്താനും സാത്താന്റെ കൂട്ടരുമാണ്. The evil and his evil people will be afraid when the church prays together. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, യൂത്തിക്കോസ് താഴെ വീണു, ഹല്ലേലൂയ, മരിച്ചവനായി കൊണ്ടുവന്നെങ്കിൽ തന്നെ ദൈവജനത്തിന്റെ പ്രാർത്ഥന, അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന അവനെ റിവൈവ് ചെയ്ത് അവനെ വീണ്ടും, ഹല്ലേലൂയ, ജീവനുള്ള ദേഹിയാക്കി ദൈവമായ കർത്താവിനോടൊപ്പം അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. Even though Eutychus fell and died, the prayer of the church and Paul restored him and they were able to worship together. ആമേൻ. 11ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In the 11th verse we read this way. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. And then he went upstairs again, broke bread and ate. ആമേൻ. After talking until daylight, he left. ആമേൻ. ഹല്ലേലൂയ. പുലരുവോളം, നേരത്തെ എത്ര മണിയായിരുന്നു? ആമേൻ, പാതിരാവരെയായിരുന്നു. പക്ഷേങ്കിൽ, ഹല്ലേലൂയ, ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ വീട്ടിൽ പോകുന്ന കാര്യം അങ്ങ് മറന്നു. Now earlier it was midnight, but after this incident it was morning. അവർ യൂത്തിക്കോസ് പിന്നെ അവിടെ ഉറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. We didn't read that Eutychus. പാതിരാത്രി കഴിഞ്ഞിട്ടും പുലരുവോളം യൂത്തിക്കോസിന് കണ്ണു തുറന്നിരുന്നു കൊണ്ട്, ഹല്ലേലൂയ, ദൈവവചനം കേൾക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഇടയാക്കി. But Eutychus was able to stay awake and listen to the word of God. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മൾ ഇവിടെ പറയുന്നത് പോലെ, ഹല്ലേലൂയ, ദൈവവചനത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നതായ ഉണർവ്, ഹല്ലേലൂയ, ദൈവവചനത്തിലൂടെ നാം പ്രാപിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ തീർച്ചയായിട്ടും ഉണർത്തും. If you submit yourself to the hearing of the word of God, He will revive you. ആമേൻ. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ 37-ാം അധ്യായത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, പ്രവചനാത്മാവിൽ, ഹല്ലേലൂയ, ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? If we read in the book of Ezekiel, when the prophetic word was pronounced upon the valley of bones. ആമേൻ. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികൾക്ക് മാറ്റം വന്നു. Oh, the bones came, there was a transformation. ഭിന്നമായി കിടന്നതായ അസ്ഥികൾ ഒന്ന് ചേർന്ന്, അതിൽ ചേരേണ്ട വിധത്തിൽ ചേർന്ന് അതിന് മാംസവും ത്വക്കും ജീവനും പ്രാപിച്ച് വലിയ സൈന്യമായിട്ട് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ദൈവവചന കേൾവി കാരണമായി.
Because of the word of God, the scattered bones came together, flesh was poured upon it, skin, and it became an army. ദൈവജനമേ, ഇന്ന് പൽക്കാലം ദൈവവചനത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ, അവൻ ജീവനില്ലാത്തതിനെ ജീവൻ നൽകുവാൻ, ഉണർവില്ലാത്തതിന് ഉണർവ് നൽകുവാൻ എന്റെ ദൈവത്തിന് കഴിയും. If you submit yourself to God, He is able to make your dead into a life. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ഒരു വെള്ളം കിട്ടാതെ വാടി തളർന്ന് കടന്നു പോകുന്നതായ ഒരു ചെടിയെ നമ്മുടെ സങ്കല്പത്തിൽ കൊണ്ടുവരാമോ? Imagine a plant that is almost dead. ആമേൻ. 1-2 ആഴ്ചയായിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കാൻ മറന്നുപോയെന്ന് ചിന്തിക്കുക. Let's imagine you forgot to water it for 2 weeks. എന്നാൽ നിങ്ങൾ പതിയെ പതിയെ അതിനെ തക്ക സമയത്ത് വെള്ളം കൊടുത്ത് വളം കൊടുത്ത് ആമേൻ അതിനെ പരിപാലിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും പുനർജീവിക്കുന്നത് പോലെ ദൈവവചന കേൾവി നമ്മുടെ വ്യക്തിപരമായ ആത്മീയമായ ജീവിതത്തിൽ നമ്മെ ജീവിപ്പിച്ചിട്ട് ചൈതന്യം നൽകി തന്നിട്ട് ദൈവകൃപ പ്രാപിച്ചിട്ട് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ കർത്താവ് കൃപ നൽകും. If you tend to that plant and pour water, it will slowly regain to its glory. In the same way, if you submit yourself, God is able to restore you. ആമേൻ. ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഇവിടെ പറയുന്നത് പോലെ ഹല്ലേലൂയ നമുക്ക് ഈ ദിവസങ്ങൾ ആത്മീയമായിട്ടൊന്ന് ഉണർന്നിരിക്കുവാൻ തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയുമോ? Are we able to submit ourselves to God that He can keep us awake? ആമേൻ. ഹല്ലേലൂയ. നാം ഒരിക്കലും ആത്മീയമായി മന്ദതയിലേക്ക് ഡ്രൗസിനെസ്സിലേക്ക് നമ്മൾ കടന്നു പോകരുത്. ഉറക്കം നമ്മുടെ ജീവിതത്തിൽ അമ്മേ അത് അപഹരിച്ചാൽ അത് അപകടമാണ്, താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉറങ്ങാതെ ഉറക്കം തൂങ്ങാതെ ഹല്ലേലൂയ ദൈവവചന കേൾവിക്കായി ദൈവത്തിൻ്റെതായ ശക്തിക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. Let us be careful not to fall into a spiritual slumber, but to submit ourselves to the power and glory of God. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേൾക്കപ്പെട്ടതായ ദൈവജനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഉറങ്ങുന്നവരായിട്ടല്ല, ഉണർന്ന് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ദൈവകൃപ പ്രാപിപ്പാൻ കർത്താവേ ഹല്ലേലൂയ